ഹലോ ഫ്രണ്ട്സ്, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. അതായത് സദ്യയിലെ കേമനായിട്ടുള്ള അച്ചാർ തന്നെയാണ് വടുകപ്പുളി അച്ചാർ. അപ്പോൾ നമുക്ക് വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ പുതിയ റെസിപ്പി കാണാനും പറ്റും. നാരങ്ങാക്കറിയുടെ ഇൻഗ്രീഡിയൻസ് ഇതേ വന്നിട്ടുണ്ട്, നോട്ട് ചെയ്തോളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. വടുകപ്പുളി നാരങ്ങ ചെറുതാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ബൗളിലേക്കുള്ള കറിയേ ഉണ്ടാവുള്ളൂ ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ല അധികം പഴുക്കാത്തതാണ്, എന്നാൽ മൂത്തിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു നാരങ്ങയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാനത് നാലാക്കി കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. ഓൾറെഡി ഇതിനൊരു കയ്പ്പ് രസമാണല്ലോ. അപ്പോൾ ഈ സീഡ്സും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ഗ്രീൻ കളർ തൊലിയില്ലേ, അതും ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല പഴുത്തിട്ടുള്ള യെല്ലോ കളറാണെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ഇത് ഇട്ടാൽ ഭയങ്കരമായിട്ട് കഴിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലത്തെ ഈ തൊലി ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കും. നമ്മൾ നല്ല കട്ടിയുള്ളതാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല കട്ടിയുണ്ട് ബാക്ക് ഭാഗം, അപ്പോൾ പഴുത്തതിൻ്റെയും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചിലത് ഇങ്ങനെ ബാക്കിൽ റിമൂവ് ചെയ്യുന്നു, ചിലത് കളയണില്ല. ഇതാണ് ഞങ്ങളുടെ മണിക്കാക്ക ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങനെ ചോറ് അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വരും. പോയി ആൾക്ക് മനസ്സിലായത് നോൺ വെജ് അല്ലാന്ന്. നാരങ്ങയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ നീളമൊക്കെ ആവാം. എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൻ ഔട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, തൊലി കളഞ്ഞില്ലേ, ആ ഭാഗങ്ങൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അല്ലിയൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അധികം റിസ്ക് എടുത്തില്ല, ചെറുതാക്കി കട്ട് ചെയ്തു. നിങ്ങൾ നല്ല നാരങ്ങ നോക്കി വാങ്ങുക, എന്നിട്ട് നീളത്തെ കട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ? അച്ചാറായതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് കുറയ്ക്കണ്ട. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർക്കണം. എൻ്റെ എരിവിന് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി അടുത്തത് എന്താണ്? ഉപ്പിടണ്ടേ? ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നേ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് വെള്ളമല്ല ചേർക്കുന്നത്, വിനീഗർ ഇല്ലേ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുന്നത്, ഇവിടെ ചുർക്കാന്ന് പറയും, ചുർക്കാന്ന് തന്നെയല്ലേ? ചുർക്ക, അത് ഒഴിച്ച് കൊടുക്കുക. അത് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. വിനീഗർ ഇപ്പോഴല്ല സാധാരണ ചേർക്കാറ്, നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കാറ്. ഇതിപ്പോൾ എനിക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 2 എണ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കാന്താരി മുളകൊക്കെ കിട്ടുക വെച്ചെങ്കിൽ അത് ഇടുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ പച്ചമുളക് 2 എണ്ണം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞു തുണ്ട് ഇഞ്ചി കുഞ്ഞിതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കുക. ഇപ്പം തന്നെ എന്താ മണം എന്നറിയോ? ആഹാ, അടിപൊളി മണം വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും കുറച്ച് കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ കറിവേപ്പിലൊക്കെ അങ്ങനെ ചീന്തി കൈ കൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെയും മണം അതിലേക്കൊന്ന് പിടിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ അപ്പുറത്ത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. എൻ്റെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ നല്ല എണ്ണയില്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്, നല്ല മണം കിട്ടും. അപ്പോൾ അതിലേക്ക് ചൂടായപ്പോൾ 1/4 ടീസ്പൂണോളം കടുകിട്ട് കൊടുത്തു. ഇനി എന്തിട്ട് കൊടുക്കണം? ഉലുവയോ അല്ലെങ്കിൽ ഉലുവ പൊടിച്ചതോ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മുഴുവൻ ഉലുവ തന്നെ ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ ഉലുവ പറയുന്നത് പൊടിക്കാത്ത ഉലുവ കേട്ടോ. അതൊരു 1/4 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അധികം വേണ്ട, 1/4 ടീസ്പൂൺ മതി. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി എന്താണ് ചേർത്തത്? വറ്റൽമുളക് 3 എണ്ണം ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനി അടുത്തത് കറിവേപ്പില നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ബാക്കിയുള്ളതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. അതൊന്ന് മൂക്കട്ടെ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. ഇതാണ് കായം. ഇത് പെട്ടെന്ന് അലിയാനൊരു കായാണ്, അതായത് പൊടിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. ഇതിൽ യോജിച്ച് കിട്ടും. നമ്മളിത് കടിക്കാനൊന്നും കിട്ടില്ല, അലിഞ്ഞു പൊക്കോളൂ. അപ്പോൾ കായ നോർമലി അലിയില്ല, പക്ഷെ ഇത് അലിയും. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വടുകപ്പുളി ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ വടുകപ്പുളി ഇട്ടതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് മുളകൊക്കെ പറ്റി പിടിച്ചിരിക്കില്ലേ, അതൊക്കെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം സ്വതവേ നമ്മൾ ചേർക്കില്ല, അപ്പോൾ കഴിയുന്നതും കുറവ് ചേർക്കുക. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ്
ഒന്ന് വേവിച്ചെടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ നന്നായിട്ട് വെന്തുടയ്ക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. അപ്പോൾ അധികം വേവ് വേണ്ട, അതിൻ്റെ ടേസ്റ്റ് അപ്പാടെ പോവും. നമ്മളുടെ ഏകദേശം ഇതേ പരിവാകുമ്പോൾ നമ്മൾ സ്റ്റവ് കുറയ്ക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കിടിലൻ തന്നെ പറയണം, അടിപൊളി ഇത് പറയാം അല്ലേ, അടിപൊളി അച്ചാർ റെഡിയാവും. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടു. ഇരിക്കും തോറും നന്നാവും. നാരങ്ങക്കറി നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ബൗളാണ് വെച്ചിരിക്കുന്നത്, കുഞ്ഞ് ബൗളോട്ട്. അത് കറക്റ്റ് ഇതിലേക്കുള്ള ഉണ്ടാവുള്ളൂ. കാരണം എന്താ, നമ്മൾ കുഞ്ഞ് നാരങ്ങയല്ലേ എടുത്തത്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടല്ലോ 3 നാരങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓണക്കല്ലേ വരാൻ പോകുന്നത്, കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ട് ഉള്ളതിന് നല്ല എടുത്തു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറുത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇനി വലുത് പോയി വാങ്ങണം, ഓണമൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി വാങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടാവും, ഉണ്ടാക്കി നോക്കുക. കുറച്ചും കൂടി വലിയ നാരങ്ങ വാങ്ങിയിട്ട് കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ ഓർമ്മ വന്നു. ആളിപ്പോൾ ഇല്ല. നമ്മൾ ഈ ഓണക്കാലം അതുപോലെ സദ്യയുടെ ഒക്കെ 2 ദിവസം മുന്നുണ്ടല്ലോ അച്ചാറുകൾ, അതുപോലെ പുളിയിഞ്ചി, വറവ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കും, ഉണ്ടാക്കി വെക്കും. നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പോൾ ശരി, ഞാൻ പോട്ടെ. ടാറ്റാ, താങ്ക് യു.